ഹായ് NextinWeb മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഇത് ഉപകരിക്കും. ഹുവാവേയുടെ സബ് ബ്രാൻഡായ ഹോണ അവരുടെ പുതിയ സ്മാർട്ട് ഫോണായ ഹോണ 8X ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. കഴിഞ്ഞ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്ത ഈ സ്മാർട്ട് ഫോണിന്റെ പ്രധാന സവിശേഷതകൾ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, പ്രീമിയം ഗ്ലാസ് ഫിനിഷുള്ള ബാക്ക് പാനൽ, ഡിസ്പ്ലേ നോച്ച് എന്നിവയാണ്. ഹോണ 8Xൽ ഡോൾബി അറ്റ്മോസ് സറൗണ്ട് സൗണ്ടിന്റെ കൂടെ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഫോട്ടോസിന്റെ മികവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉണ്ട്. GPU ടർബോ ടെക്നോളജി ഉള്ളതുകൊണ്ട് പെർഫോമൻസ് 60% വരെ കൂട്ടാനും അതേസമയം ബാറ്ററി ഉപയോഗം 30% വരെ കുറയ്ക്കാനും സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഹോണ 8Xന്റെ ഇന്ത്യയിലെ വില ആരംഭിക്കുന്നത് 14,999 രൂപ മുതലാണ്. ഇത് 4 GB റാമും 64 GB സ്റ്റോറേജുമുള്ള വേരിയന്റിനാണ്. 16,999 രൂപയാണ് 6 GB റാമും 64 GB സ്റ്റോറേജുമുള്ള മോഡലിന്. 18,999 രൂപയാവും 6 GB റാമും 128 GB സ്റ്റോറേജുമുള്ള വേരിയന്റിന്. ഹോണ 8X എക്സ്ക്ലൂസീവായി ആമസോൺ ഇന്ത്യയിൽ നിന്നും ഒക്ടോബർ 24 മുതൽ വാങ്ങാൻ സാധിക്കും. ബ്ലാക്ക്, റെഡ്, പിന്നെ ബ്ലൂ എന്നീ നിറങ്ങളിലായിരിക്കും ഇത് ലഭ്യമാവുക. ഹോണ 8Xലുള്ളത് octa-core Kirin 710 SoC ആണ്. കൂടാതെ ഗ്രാഫിക്സ് മാനേജ് ചെയ്യാൻ വേണ്ടി Mali G51 GPU ഉണ്ട്. 4 GB അല്ലെങ്കിൽ 6 GB റാം ഓപ്ഷനുകളിൽ ഈ സ്മാർട്ട് ഫോൺ ലഭ്യമായിരിക്കും. 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 19.5:9 ആസ്പെക്ട് റേഷ്യോയും 397 പിക്സൽസ് പെർ ഇഞ്ച് പിക്സൽ ഡെൻസിറ്റിയും ഈ ഡിസ്പ്ലേക്കുണ്ട്. നോച്ചുള്ള ഡിസ്പ്ലേ ആണിത്. കൂടാതെ ബെസൽസ് എല്ലാം വളരെ ചെറുതുമാണ്. 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. 64 GB അല്ലെങ്കിൽ 128 GB സ്റ്റോറേജ് ഓപ്ഷനുകളിൽ ലഭ്യമാവുന്ന ഈ സ്മാർട്ട് ഫോണിന്റെ സ്റ്റോറേജ് ഡെഡിക്കേറ്റഡ് microSD കാർഡ് ഉപയോഗിച്ച് 400 GB കൂടി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. f1.8 അപ്പോച്ചറും PDF-ഉം ഉള്ള 20 മെഗാപിക്സലിന്റെ പ്രൈമറി സെൻസറും 2 മെഗാപിക്സലിന്റെ സെക്കൻഡറി ഡെപ്ത് സെൻസറും ഉപയോഗിച്ചുള്ള ഡ്യുവൽ റേ ക്യാമറ സെറ്റപ്പാണ് ഈ സ്മാർട്ട് ഫോണിലുള്ളത്. ഫ്രണ്ട് ക്യാമറയെ ഉപയോഗിച്ചിരിക്കുന്നത് 16 മെഗാപിക്സലിന്റെ f2.0 അപ്പോച്ചറുള്ള ഫിക്സഡ് ഫോക്കസ് സെൻസറാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ക്യാമറ ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് സ്കാൻ ചെയ്ത് ഓൺലൈൻ പർച്ചേസിന് വേണ്ടി സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. മൂവിംഗ് ഫോട്ടോസ് വ്യക്തതയോടെ കിട്ടാൻ വേണ്ടിയുള്ള AI സ്പോട്ട് ഷോട്ട്സ്, പിന്നെ AI സൂപ്പർ സ്ലോ മോഷൻ മോഡ്സ്, മൾട്ടി സീൻ റെക്കഗ്നിഷൻ എന്നിവയാണ് മറ്റു പ്രധാന ക്യാമറ ഫീച്ചറുകൾ. 480 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ സ്ലോ മോഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പുറകിലെ ക്യാമറയ്ക്ക് സാധിക്കും. 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഫുൾ HD വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. ആൻഡ്രോയിഡ് ഓറിയോയിൽ പ്രവർത്തിക്കുന്ന EMUI 8.2.0 ആണ് ഇതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡ്യുവൽ നാനോ സിം സ്ലോട്ട്സ് ഉള്ള ഈ സ്മാർട്ട് ഫോണിൽ microSD കാർഡിന് വേണ്ടി പ്രത്യേക സ്ലോട്ട് ഉണ്ട്. അതായത് ഒരേ സമയം 2 സിം കാർഡുകളും ഒരു microSD കാർഡും ഉപയോഗിക്കാം. നോൺ റിമൂവബിൾ ആയിട്ടുള്ള 3750 mAh ബാറ്ററിയാണ് ഇതിനുള്ളത്. ഫാസ്റ്റ് ചാർജിംഗ് ഫീച്ചർ ഇല്ലാത്ത ഈ സ്മാർട്ട് ഫോണിന്റെ കൂടെ 5V 2A 10W ചാർജറാണ് നൽകിയിരിക്കുന്നത്. 4G LTE, ഡ്യുവൽ ബാൻഡ് Wi-Fi 802.11 AC, Bluetooth 4.2, GPS, microSD പോർട്ട്, പിന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് എന്നിവയാണ് പ്രധാന കണക്ടിവിറ്റി ഓപ്ഷനുകൾ. ആംബിയന്റ് ലൈറ്റ് സെൻസർ, കോമ്പാസ്, ഫിംഗർ പ്രിന്റ് സെൻസർ, ഗ്രാവിറ്റി സെൻസർ, ജിറോസ്കോപ്പ്, പിന്നെ പ്രോക്സിമിറ്റി സെൻസർ എന്നിവ പ്രധാന സെൻസറുകളും. ഗ്ലാസ് ഫിനിഷുള്ള ബാക്ക് പാനലിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ളത്. ഫേസ് അൺലോക്ക് ഫീച്ചറുമുണ്ട്. 7.8mm തിക്നെസ് ഉള്ള സ്മാർട്ട് ഫോണിന്റെ ഭാരം 175 ഗ്രാംസ് ആണ്. Realme 2 Proയിലുള്ള സ്നാപ്ഡ്രാഗൺ 660യോട് താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന പെർഫോമൻസ് ആണ് ഹോണ 8Xൽ ഉപയോഗിച്ചിരിക്കുന്ന Kirin 710 പ്രോസസ്സറിനുള്ളത്. ഇതേ പ്രൈസ് സെഗ്മെന്റിലുള്ള മറ്റു മിക്ക സ്മാർട്ട് ഫോണുകളിലുമുള്ള സ്നാപ്ഡ്രാഗൺ 636നേക്കാൾ മികച്ച പെർഫോമൻസ് നൽകാൻ ഈ പ്രോസസ്സറിന് സാധിക്കും. പക്ഷേ ഇതൊക്കെ ഹോണ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന EMUI ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഓപ്റ്റിമൈസേഷൻ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നതുപോലെ ഇരിക്കും. ഈ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള വോയിസ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില വീഡിയോകൾ കൂടി ഈ ചാനലിലുണ്ട്.